ഏവർക്കും ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് രജിസ്റ്റർ മാരേജിന് വേണ്ടി ഓൺലൈൻ വഴി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യമുള്ളതെന്നും നോക്കാം. ഫസ്റ്റ് നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷ വെക്കുന്നതിന് ഏതെങ്കിലും ഒരു ID പ്രൂഫ് ആണ് വേണ്ടിയത്. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സും കറക്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫ് ഉപയോഗിച്ച് വേണം നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യാനായിട്ട്. അതിന് നമുക്ക് മെയിനായിട്ട് ആധാർ, സ്കൂൾ സർട്ടിഫിക്കറ്റ്, വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസിൽ ഇത് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഇതിലേതെങ്കിലും ഒന്നിൽ ഞാൻ ഉപയോഗിക്കാമെന്ന് പറയാൻ കാരണം ഏതുപയോഗിച്ചാലും അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളായിട്ടുണ്ടായിരിക്കണം, ഡേയും മന്തും ഇയറും കറക്റ്റായിട്ട് കാണണം, അഡ്രസ്സും കറക്റ്റായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ID ഉപയോഗിച്ച് ഓൺലൈൻ വഴി അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരിക, ഈ ഓൺലൈൻ വഴി അപേക്ഷ വെച്ചതിന് ശേഷം നമുക്ക് ഒരു 30 ഡേ 30 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ മാരേജ് രജിസ്റ്റർ ചെയ്യപ്പെടാൻ പോകുന്നത്. അന്ന് നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അവിടെ ഹാജരാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അന്ന് നമ്മൾ അവിടെ ഹാജരാക്കുമ്പോൾ ബ്രൈഡ് അല്ലെങ്കിൽ ബ്രൈഡ് ഗ്രൂം ഡിവോഴ്സി ആണെങ്കിൽ ആ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മളവിടെ ഹാജരാക്കേണ്ടതുണ്ട്. പിന്നീട് ബ്രൈഡ് ഗ്രൂം വിഡോവർ ആണെങ്കിൽ നമുക്ക് ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. പിന്നെ വേണ്ടിയത് 3 വിറ്റ്നസ് ആണ്. 3 സാക്ഷികൾ നമ്മുടെ കൂടെ കാണണം. അവരുടെ കയ്യിൽ ഏതെങ്കിലും ഒരു വാല്യുബിൾ ആയിട്ടുള്ള IDയും ഉണ്ടായിരിക്കണം. അപ്പോൾ 3 സാക്ഷികളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആധാർ കാർഡ്, വോട്ടേഴ്സ് ID അങ്ങനെ ഏതെങ്കിലും ID ഉള്ള 3 സാക്ഷികൾ കൂടെ കാണണം. പിന്നെ വേണ്ടിയത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അതിൽ ബ്രൈഡിൻ്റെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്, ബ്രൈഡ് ഗ്രൂമിൻ്റേത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്. അതിൽ ഒരു ഫോട്ടോ നമുക്ക് ആവശ്യം വരിക ഓൺലൈൻ വഴി നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ അതിൽ ബ്രൈഡിൻ്റെയും ബ്രൈഡ് ഗ്രൂമിൻ്റെയും ഓരോ ഫോട്ടോസ് ഒട്ടിച്ച് അതിൽ നമുക്ക് ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് സൈൻ ചെയ്തതിന് ശേഷം ആ ഫോം നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനാണ് നമുക്ക് ഓരോ ഫോട്ടോസ് വേണ്ടി വരിക. പിന്നീട് ഒരു ഫോട്ടോസ് നമുക്ക് രജിസ്ട്രേഷൻ ഓഫീസിൽ നമുക്ക് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് ഒരു ഡിക്ലറേഷൻ ഫോമാണ്. ആ ഡിക്ലറേഷൻ ഫോമിൻ്റെ മോഡലല്ല, ഡിക്ലറേഷൻ ഫോമും ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മുടെ ഓൺലൈൻ വഴി അപേക്ഷ വെച്ചത് ഏത് ID പ്രൂഫ് ഉപയോഗിച്ചാണോ ആ ID പ്രൂഫിൻ്റെ ഒറിജിനലും നമ്മുടെ കയ്യിൽ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡിക്ലറേഷൻ ഫോം ഇതാണ്. ഡിക്ലറേഷൻ ഫോമിൽ നമുക്ക് ആദ്യം ബ്രൈഡ് ഗ്രൂമിൻ്റെ ഡീറ്റെയിൽസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. I കഴിഞ്ഞ് ബ്രൈഡ് ഗ്രൂമിൻ്റെ പേരെഴുതുക, I ഹാവ് കംപ്ലീറ്റഡ് ഏജ് എഴുതുക, I ആം നോട്ട് റിലേറ്റഡ് ടു എന്നുള്ളിടത്ത് ബ്രൈഡിൻ്റെ പേരെഴുതുക. ഞാനിവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ബ്രൈഡിൻ്റെ പേരെഴുതുക. പിന്നെ സിഗ്നേച്ചർ കഴിഞ്ഞ് ബ്രൈഡ് ഗ്രൂം, ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, ബ്രൈഡ് ഗ്രൂമിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. പിന്നീട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ബ്രൈഡിൻ്റെ ഡിക്ലറേഷനാണ്. അവിടെ നമ്മൾ ബ്രൈഡിൻ്റെ പേരെഴുതുക, ബ്രൈഡിൻ്റെ ഏജ് എഴുതുക, പിന്നെ ബ്രൈഡ് ഗ്രൂമിൻ്റെ പേര് I ആം നോട്ട് റിലേറ്റഡ് ടു എന്നുള്ളിടത്ത് ബ്രൈഡ് ഗ്രൂമിൻ്റെ പേരെഴുതുക. ഇവിടെ സിഗ്നേച്ചർ കഴിഞ്ഞ് ബ്രൈഡിൻ്റെ പേരെഴുതുക. സൈൻഡ് ഇൻ അവർ പ്രസൻസ് ബൈ ദ എബോ നെയിംഡ് എന്നുള്ളിടത്ത് ഒന്ന് ബ്രൈഡ് ഗ്രൂമിൻ്റേതും ബ്രൈഡിൻ്റെയും പേര് എഴുതുക. അതിനുശേഷം താഴേക്ക് വന്നാൽ 3 വിറ്റ്നസ് എന്ന് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 1, 2, 3 ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 3 വിറ്റ്നസിനെ കൊണ്ടാണ് നിങ്ങളവിടെ ഹാജരാകേണ്ടത്. ആ സാക്ഷികളുടെ കയ്യിൽ ഏത് ID ആണോ ഉള്ളത് ആ IDയിലെ പേരും അഡ്രസ്സും നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ഇവിടെ താഴേക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, അടുത്ത 2ാമത്തെ ആളുടേത് ടൈപ്പ് ചെയ്യുക, 3ാമത്തെ ആളുടേത് ടൈപ്പ് ചെയ്യുക. അതിൻ്റെ താഴെ വന്ന മാരേജ് ഓഫീസറിൻ്റെ മുമ്പിൽ നിങ്ങൾ ഏത് രജിസ്റ്റർ ഓഫീസിലേക്കാണോ അപേക്ഷ വെച്ചത് ആ രജിസ്റ്റർ ഓഫീസ് എഴുതുക, ഏത് സ്ഥലത്തുള്ളതാണോ അത് എഴുതുക. പിന്നെ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഡേ എഴുതുക, മന്ത് ഇയർ എന്ന് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് മന്ത് ഏത് മാസമാണെന്നും ഏത് വർഷമാണെന്നും നിങ്ങളിവിടെ എഴുതണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ. അപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ബിഫോർ മാരേജിൻ്റേതാണ് ഈ പറഞ്ഞത്. ബിഫോർ മാരേജ് മെയിനായിട്ട് നമുക്ക് ബിഫോർ മാരേജാണ് കാണാറുള്ളത്. അപ്പോൾ ആഫ്റ്റർ മാരേജ് എങ്ങാനും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ മാരേജിന് ശേഷം ചെയ്യുന്നതല്ലേ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ
ചർച്ചിലോ ക്ഷേത്രത്തിലോ വെച്ച് മാരേജ് നടത്തുമ്പോൾ അവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതും കൂടെ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഡിക്ലറേഷൻ ഫോമിലും ചെറിയൊരു മാറ്റം വരും. അപ്പോൾ ഇത്രയുമാണ് ഓൺലൈൻ അപേക്ഷ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നീട് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. കേരള രജിസ്ട്രേഷൻ .gov.in സൈറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. സൈറ്റ് അഡ്രസ്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. അപ്പോൾ നമുക്ക് ഓൺലൈൻ അപേക്ഷ സെലക്ട് ചെയ്യണം. ഓൺലൈൻ അപേക്ഷ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതിനെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു പുതിയ വിൻഡോ ആയിട്ടാണ് അതിനുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഒരു സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒന്ന് ഓപ്പൺ ആയിട്ട് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു വിൻഡോ കിട്ടി. അവിടെ നമുക്ക് കുറേ മെനു കാണാം. ഇവിടെ നമുക്ക് സ്പെഷ്യൽ മാരേജ് ഉണ്ട്, അതിനകത്ത് ആഫ്റ്റർ ഉണ്ട്, ബിഫോർ ഉണ്ട്. അപ്പോൾ നമുക്ക് ബിഫോർ ചെയ്യാനെങ്കിൽ ബിഫോർ സെലക്ട് ചെയ്യുക. സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്കിവിടെ ഒരു ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. ആ ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. നമുക്ക് ഒരു ഫോം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോം നമ്മളിവിടെ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ജില്ലയും സബ് രജിസ്ട്രാർ ഓഫീസ് ഫോർ മാരേജ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, പ്രപ്പോസ്ഡ് മാരേജും. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ബ്രൈഡിൻ്റെയോ ബ്രൈഡ് ഗ്രൂമിൻ്റെയോ ആരുടെയെങ്കിലും ഒരു സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് നമുക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പരിധിയിൽപ്പെട്ട, ഒന്നെങ്കിൽ ബ്രൈഡിൻ്റെ പരിധിയിൽപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസ് ആയിരിക്കണം, അല്ലെങ്കിൽ ബ്രൈഡ് ഗ്രൂമിൻ്റെ പരിധിയിൽപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസ് ആയിരിക്കണം. നിങ്ങളുടെ വില്ലേജ് ഏതാണോ ആ ഒരു വില്ലേജ് പരിധിയിലുള്ള രജിസ്റ്റർ ഓഫീസിലാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം നമുക്കിവിടെ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് രജിസ്റ്റർ ഓഫീസ് സെലക്ട് ചെയ്തു. പിന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ബ്രൈഡ് ഗ്രൂമിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏജ് ഓട്ടോമാറ്റിക്കലി വന്നു. ഇനി മെരിറ്റൽ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഡിവോഴ്സി, അൺമാരീഡ്, വിഡോവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിവോഴ്സി ആണെങ്കിൽ ഡിവോഴ്സി സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഡിവോഴ്സി ആയതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ ഹാജരാക്കണം. അൺമാരീഡ് ആണെങ്കിൽ അൺമാരീഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. വിഡോവർ ആണെങ്കിൽ വിഡോവറിൻ്റെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ ഹാജരാക്കണം. അപ്പോൾ അൺമാരീഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഫാദേഴ്സ് ഓർ മദേഴ്സ് നെയിം ചോദിക്കുന്നുണ്ട്, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ് വിത്ത് ബ്രൈഡ് എന്ന് ചോദിക്കുന്നു. അപ്പം നമുക്കിവിടെ നില്ലെന്ന് ഓട്ടോമാറ്റിക്കലി കിടപ്പുണ്ട്. ഇനി നമുക്കിവിടെ വേണ്ടിയത് ആധാർ നമ്പരാണ്. ആധാർ നമ്പർ നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ആധാർ ഉപയോഗിച്ചാണ് നിങ്ങളിവിടെ ഇത് ഫില്ല് ചെയ്യുന്നതെങ്കിൽ, ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്തും ഫുള്ളായിട്ടുണ്ട്, അഡ്രസ്സും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആധാർ മതിയാവും. അപ്പോൾ ആധാർ ഉപയോഗിച്ചാണ് നിങ്ങളിവിടെ ഫില്ല് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ പെർമനൻറ്റ് അഡ്രസ്സാണ് ചോദിക്കുന്നത്. ഹൗസ് നമ്പർ ഓർ നെയിം ചോദിക്കുന്നുണ്ട്, പ്ലേസ് ചോദിക്കുന്നുണ്ട്, പോസ്റ്റ് ഓഫീസ് ചോദിക്കുന്നുണ്ട്. പിൻകോഡ് ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ താഴെ പ്രസൻറ്റ് അഡ്രസ് സെയിം ആസ് എബോവ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ സെയിം ആണെങ്കിൽ ഈ ചെക്ക് ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി പ്രസൻറ്റും പെർമനൻറ്റും സെപ്പറേറ്റ് ആണ് അഡ്രസ്സ് എങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. ആ മൊബൈൽ നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുക്കണം.
ഇമെയിൽ ചോദിക്കുന്നുണ്ട്. ഇമെയിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പീരീഡ് ഓഫ് റെസിഡൻസ് അറ്റ് പ്രസന്റ് അഡ്രസ്സ്. പ്രസന്റ് അഡ്രസ്സിൽ നിങ്ങൾ എത്ര വർഷമായിട്ട് താമസിക്കുന്നു എന്നാണ്. ഇവിടെ ഇപ്പം ഞാൻ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഒന്നായിട്ട് കൊടുത്തിരിക്കുന്നുള്ളതുകൊണ്ട് നമ്മുടെ ഏജ് തന്നെ നമുക്ക് കൊടുക്കാം. പിന്നെ മന്ത് ഉണ്ടെങ്കിൽ നമുക്ക് മാസം ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഐഡന്റിറ്റി ഇൻഫോർമേഷൻ ചോദിക്കുന്നുണ്ട്. ഈ ഐഡന്റിറ്റി ഇൻഫോർമേഷനാണ് നമ്മൾ അവിടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇപ്പോൾ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് ചെയ്തതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ അപ്പം നമ്മളോട് പറയുന്നുണ്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഫോർ പ്രൂവിങ് ഏജ് അഡ്രസ്സ്. ഏജും അഡ്രസ്സും പ്രൂവ് ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഇതെന്ന് പറയുന്നുണ്ട്. ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ സബ് രജിസ്ട്രാർ അറ്റ് ടൈം ഓഫ് സോളംനൈസേഷൻ. നിങ്ങളവിടെ ഹാജരാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ID കാർഡ് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇഷ്യൂ ഡേറ്റും എക്സ്പയറി ഡേറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ മസ്റ്റായിട്ടും ഈ സ്റ്റാർ ഉള്ളത് നമ്മൾ മസ്റ്റായിട്ടും കൊടുക്കണം. ഇത് ഇഷ്യൂ അതോറിറ്റി ഓട്ടോമാറ്റിക്കലി വന്നോളും. ഇനി ബ്രൈഡ് ഗ്രൂം സബ് രജിസ്ട്രാർ ഓഫീസാണ് ചോദിക്കുന്നത്. പിന്നെ നിങ്ങളുടെ വില്ലേജ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഔട്ട്സൈഡ് കേരളയാണെങ്കിൽ എംബസിയിലെ അല്ലെങ്കിൽ കോൺസുലേറ്റ് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ആ ഒരു നമ്പർ നമ്മളിവിടെ കൊടുക്കാൻ പറയുന്നുണ്ട്. പിന്നെ താഴെ എൻ്റർ ദ ക്യാരക്ടേഴ്സ് ആർ ഷോൺ ചോദിക്കും. നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഈ ക്യാരക്ടർ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. അത് നമ്പരൊന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഇവിടെ. കാരണം എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ക്ലോസ് ആയി പോകുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ നമ്പർ ആവശ്യമാണ്. അപ്പം നമുക്കിവിടെ കണ്ടിന്യൂ വേണോ പ്രീവിയസ് മതിയോ എക്സിറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കണ്ടിന്യൂ തന്നെ കൊടുക്കാം. കാരണം ബ്രൈഡിൻ്റേതും കൂടെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് ബ്രൈഡിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ മെരിറ്റൽ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. അത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നില്ലെന്ന് കൊടുക്കാം. ഫാദേഴ്സ് അല്ലെങ്കിൽ മദേഴ്സ് നെയിം ചോദിക്കുന്നുണ്ട്. ഇനി എനി പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ് ഓൺലൈൻ നീലിൽ അവിടെ കിടപ്പുണ്ട്. അതുപോലെ ആധാർ നമ്പർ ഇവിടെയും നമ്മൾ ആധാർ ഉപയോഗിച്ചാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഈ ആധാർ നമ്പർ ഇവിടെ കൊടുത്തേക്കുക. പിന്നെ പെർമനന്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. പ്ലേസ് ചോദിക്കുന്നുണ്ട്. ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ചോദിക്കുന്നുണ്ട്. പിൻകോഡ് നമുക്ക് മസ്റ്റല്ല. ഇവിടെയും നമുക്ക് ഇതുപോലെ പ്രസന്റും പെർമനന്റും ഒന്നാണെങ്കിൽ സെയിം ആസ് കൊടുത്താൽ മതി. സെപ്പറേറ്റ് ആണെങ്കിൽ അത് നിങ്ങൾ സെപ്പറേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം മസ്റ്റായിട്ടും. പിന്നെ എത്ര വർഷമായിട്ട് താമസിക്കുന്നു എന്നുള്ളത് അത് ഇതുപോലെ നമുക്ക് ഇവിടെ പ്രസന്റും പെർമനന്റും ഒന്നായതുകൊണ്ട് ഏജ് തന്നെ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമുക്കിവിടെ ഒരു ID സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് അതേ മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളിവിടെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ താഴേക്ക് സബ് രജിസ്ട്രാർ ഓഫീസ് ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ വില്ലേജ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൺവീനിയന്റ് ഡേറ്റ് ഓഫ് സോളംനൈസേഷൻ. അതായത് നിങ്ങൾക്ക് അപേക്ഷ വെച്ചതിന് ശേഷം 30 ദിവസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിങ്ങൾ സാക്ഷികളെ കൊണ്ട് ഹാജരായി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു 90 ദിവസത്തിന് അകം നിങ്ങൾ അവിടെ ഹാജരായില്ലെങ്കിൽ നിങ്ങളുടെ ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി പോകാനും സാധ്യതയുണ്ട്. അപ്പം 30 ദിവസം കഴിഞ്ഞ് അധികം വൈകാതെയുള്ള ഒരു ഡേറ്റ് തന്നെ നമ്മളവിടെ കൊടുക്കുക. ആ ഡേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഗവൺമെന്റ് അവധി ദിവസം അല്ലാത്ത ഒരു ഡേറ്റ് നമ്മളിവിടെ കൊടുക്കണം. പിന്നെ എൻ്റർ ദ ക്യാപ്ച ടൈപ്പ് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക.
ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോം വന്നിട്ടുണ്ട്. ഈ ഫോമിനെ നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് നോട്ടീസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ജനറേറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്കിവിടെ പ്രിന്റ് വന്നിട്ടുണ്ട്. പ്രിന്റ് കൊടുക്കാം. പ്രിന്റ് കൊടുക്കുമ്പം ആ ഫോം നമ്മുടെ ഫോണാണെങ്കിൽ ഫോണിലേക്ക്, കമ്പ്യൂട്ടറാണെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആകും. അതിനെ നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡായ ഈ ഫോം ഒന്ന് പ്രിന്റ് എടുത്തതിന് ശേഷം ഇവിടെ ബ്രൈഡ് ഗ്രൂമിൻ്റെ ഫോട്ടോ ഒട്ടിക്കുക. ഇവിടെ ബ്രൈഡിൻ്റെ ഫോട്ടോ ഒട്ടിക്കുക. ഞാൻ പറഞ്ഞിരുന്നു 2 ഫോട്ടോ വെച്ച് വേണമെന്ന്. അതിലൊരു ഫോട്ടോ ഇവിടെ ബ്രൈഡ് ഗ്രൂമിൻ്റെ ഒട്ടിക്കുക. ബ്രൈഡിൻ്റെ ഒരു ഫോട്ടോ ഈ ബോക്സിൽ ഒട്ടിക്കുക. അതിനുശേഷം ഇവിടെ താഴെ നിങ്ങളുടെ സിഗ്നേച്ചർ ഓഫ് ബ്രൈഡ് ഗ്രൂമിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഒപ്പിടുക. സിഗ്നേച്ചർ ഓഫ് ബ്രൈഡിൻ്റെ സ്ഥാനത്ത് ഒപ്പിടുക. ഒരു ഗസറ്റഡ് ഓഫീസറുടെ കൊണ്ട് നമുക്ക് ഈ ഫോം ഒന്ന് സിഗ്നേച്ചർ ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. ഇതിനെ സീലും സൈനും ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ 2 ഫോട്ടോയിലും നമുക്ക് സീലും സൈനും മേടിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു സീലും സൈനും വേണം. ഇവിടെ നിങ്ങളുടെ ഈ ഫോട്ടോയിലും ഒരു സീലും സൈനും മേടിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം ഈ ഫോം നമുക്ക്, നിങ്ങളും സൈൻ ചെയ്തതിന് ശേഷം ഈ ഫോമിനെ നമുക്ക് തിരിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് ഈ ഫോം സൈൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ള ഒരു ഫോട്ടോ, 2 ഫോട്ടോ വെച്ചുള്ളതിൽ എക്സ്ട്രാ ഉള്ള ഒരു ഫോട്ടോയുടെ ബാക്ക് സൈഡിലും കൂടെ ഒന്ന് സിഗ്നേച്ചർ ചെയ്യിപ്പിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതായത് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ആ ഫോട്ടോയുടെ ബാക്ക് സൈഡിൽ, ഫോട്ടോയിലല്ല ഫോട്ടോയുടെ ബാക്ക് സൈഡിലായിട്ട് അതേ ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് ഒന്ന് സൈൻ ചെയ്യിപ്പിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ഫോമിനെ നമ്മുടെ ആ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് സൈറ്റ് ഓപ്പൺ ആക്കി അതിനുശേഷം വീണ്ടും നമ്മൾ 1-2 ദിവസത്തിനകം നമ്മളിത് സ്കാൻ ചെയ്ത് മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും സ്പെഷ്യൽ മാരേജ് എടുത്ത് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. കാരണം ഫസ്റ്റ് ടൈമിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് പകുതിയേ ആയിട്ടുള്ളൂ. പിന്നെ പാർഷ്യലി എൻറ്റേർഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ പ്രൊസീഡ് കൊടുക്കുക. അപ്പം നമ്മളോട് ഇവിടെ ജില്ല ചോദിക്കും. നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് കൊടുത്ത ജില്ല, അതായത് ബ്രൈഡ് ഗ്രൂമിൻ്റെ ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊരു ജില്ലയും ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലേക്കാണെന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഒരു നമ്പർ, ഞാൻ നിങ്ങളുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു. ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ബ്രൈഡ് ഗ്രൂമിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങൾ അതിൽ കൊടുത്തത് ഏത് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ അതേ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്കിവിടെ ഈ ക്യാപ്ച, ഈ ലെറ്റേഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ പ്രൊസീഡ് കൊടുത്തു. അപ്പോൾ നമുക്കിതാ എഡിറ്റ്, പ്രിന്റ്, അപ്ലോഡ് എന്നും പറഞ്ഞു വന്നു. ഇവിടെ നമുക്ക് അപ്ലോഡ് നോട്ടീസ് കൊടുക്കാം. ഇവിടെ അപ്ലോഡ് നോട്ടീസ് കൊടുക്കാം. നിങ്ങളുടെ ആ വാലിഡേഷൻ ഇവിടെ നമ്പർ, ട്രാൻസാക്ഷൻ ID ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ചൂസ് ഫയൽ കൊടുത്ത് നിങ്ങൾ ആ ചൂസ് ഫയലിനകത്തുനിന്ന് ആ ഫോം ഓപ്പൺ ചെയ്ത് സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് നോട്ടീസ് സക്സസ്ഫുള്ളി എന്നും പറഞ്ഞ് വന്നു. ഓക്കെ കൊടുക്കുക. പിന്നെ പ്രിവ്യൂ ഇവിടെ ചില സമയത്ത് പ്രിവ്യൂ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും, ചില ടൈമിലൂടെ പ്രിവ്യൂ വരാൻ സാധ്യതയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ചിലപ്പോഴാണെങ്കിൽ ഇതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണിക്കും, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ഫോണിലേക്ക് വീണ്ടും അപ്ലോഡ് ആകുകയോ ചെയ്യും. അഥവാ ഇങ്ങനെ വന്നില്ല എങ്കിൽ വീണ്ടും നമ്മൾ ഒന്നുകൂടെ ചെയ്തു കൊടുക്കണം. നമുക്ക് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചാൽ മാക്സിമം അത് സക്സസ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നോട്ടീസ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻ ID ഇവിടെ ഉണ്ട്. നിങ്ങളിവിടെ ഒരു 110 രൂപ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് മോഡ് ഓഫ് പേയ്മെൻ്റ് ഉണ്ട്. മോഡ് ഓഫ് പേയ്മെൻറ്റിനകത്ത് ഈ പേയ്മെൻ്റ് ആണ് ഉള്ളത്. ഈ പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ടു പേ കൊടുക്കുക.
പ്രൊസീഡ് ടു പേ നിങ്ങൾക്ക് നെറ്റ് ബാങ്ക് നിങ്ങളുടെ കാർഡ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങളെല്ലാം ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആകുന്നതാണ്. ആ ജനറേറ്റ് ആയ ആ ഫോം നിങ്ങൾ ഫോണിലൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഒരു പ്രിൻ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് അത് രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അവിടെ കാണിക്കേണ്ടതായിട്ട് വരാൻ, അങ്ങനെ അത്യാവശ്യമില്ലെങ്കിൽ പോലും ചിലപ്പോഴാണെങ്കിൽ കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് ഈ ഫോം എടുത്ത് വേണമെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയി നമുക്കത് അത്യാവശ്യമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഫോം പ്രിൻ്റ് എടുത്ത് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി ഹാജരാക്കാവുന്നതാണ്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ജനറേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടും നിങ്ങൾക്ക് ഈ ഫോം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടെ ഈ സൈറ്റിൽ ചെന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ എടുത്ത് അവിടെ സ്പെഷ്യൽ മാരേജ് നമ്മൾ ചെയ്ത സ്പെഷ്യൽ മാരേജ് മുഖേന അത് ബിഫോറാണ് ചെയ്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രിൻ്റ് അക്നോളജ്മെൻ്റ് ഉണ്ട്. ഈ പ്രിൻ്റ് അക്നോളജ്മെൻ്റ് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ആപ്ലിക്കേഷൻ നമ്പർ, ഒരു പി ചേർത്തുള്ള നമ്പർ നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെച്ചിരുന്ന ആ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് ഈ അക്നോളജ്മെൻ്റ് പ്രിൻ്റ് എടുക്കാനും സാധിക്കും. അങ്ങനെ ഈ അക്നോളജ്മെൻ്റ് ഒന്ന് പ്രിൻ്റ് എടുത്ത് ഇവിടെ പി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആ പി ഒഴിച്ച് ബാക്കിയുള്ള നമ്പറുകൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ ഇവിടെ കാണിക്കുന്ന ഈ ലെറ്റേഴ്സ് ഒന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക. ദെൻ വ്യൂ അക്നോളജ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യമൊക്കെ ആണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഡൗൺലോഡ് ചെയ്തെടുത്ത ഈ ആപ്ലിക്കേഷൻ ഫോമും കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് നമുക്ക് അവർ നേരിട്ട് കണ്ടൊന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഓൺലൈൻ വഴി മാരേജ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള പ്രോസസ്സിങ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം നമ്മുടെ ഡീറ്റെയിൽസ് മാത്രമാണ് ഇതിനകത്ത് കൊടുക്കാനുള്ളത്, വേറൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഓൺലൈൻ വഴി സ്വന്തമായിട്ടിത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആഫ്റ്റർ മാരേജുകാർക്കും ഇത് ചെയ്യാൻ സാധിക്കും. കാരണം ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ വെച്ച് മാരേജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പം പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം ഈ 30 ദിവസത്തിനകം അതിന് മുമ്പ് തന്നെ ചിലപ്പോഴാണെങ്കിൽ ഇങ്ങനെ ആഫ്റ്റർ മാരേജ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു സ്ഥലത്ത് വെച്ച് മാരേജ് നടന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് പുറത്തേക്കൊക്കെ പോകേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇത് ഉപകാരപ്പെടുമെന്ന് കരുതട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.